അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ വനം കൊള്ളക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന വാർത്തകൾ വലിയ ഞെട്ടലുളവാക്കുന്നതാണ്. ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു നീക്കം നടന്നു. അതിൽ കോടികളാണ് വാഗ്ദാനം ചെയ്തത്. ഇങ്ങനെ ഇത്രമാത്രം കോടികൾ ഇവർക്ക് എവിടെ നിന്ന് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഈ മെസ്സിയെ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ അജണ്ടയൊന്നുമല്ല നടന്നത് എന്നുള്ള വിവിധ വാർത്തകൾ പുറത്തു വരികയാണ്. ഈ സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്ന് പറയുന്ന തലത്തിലേക്ക് വരെ ഇങ്ങനെ ആന്റോ അഗസ്റ്റിൻ എത്തിപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ആരാണ്, ഏത് രാഷ്ട്രീയ കിങ്കരന്മാരാണ് ഈ കൊള്ളക്കാരെ ഇങ്ങനെ വളർത്തിവിടുന്നത് എന്ന് പൊതുസമൂഹം അറിയേണ്ടതല്ലേ? ഈ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഉത്തരം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2021 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ മരമുറി വിഷയം CBIയെക്കോ അല്ലെ മറ്റേതെങ്കിലും ഏജൻസിയെ കൊണ്ടോ അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി തൃശ്ശൂരിലുള്ള ഒരു വ്യക്തി ഫയൽ ചെയ്തതാണ്. ആ ഹർജി പരിഗണിക്കുന്ന വേളയിൽ സംസ്ഥാന പോലീസ് മേധാവിയും സംസ്ഥാന വനം വകുപ്പ് മേധാവിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ADGPയും ഒക്കെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് പരിശോധിക്കുക. അതെല്ലാം പരിശോധിച്ച് കോടതി എത്തിച്ചേർന്നത് എന്താണെന്നോ, ആരായാലും എത്ര ഉന്നതരായാലും ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി ഇത് പുറത്തു കൊണ്ടുവരണം. അഡ്വക്കേറ്റ് ജനറൽ അണ്ടർടേക്ക് ചെയ്താണ്, ആരായാലും എത്ര ഉന്നതരായാലും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു വലിയ പൊതു സ്വത്ത് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. വനംവകുപ്പ് മേധാവിയും വളരെ വ്യക്തമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇങ്ങനെയെല്ലാം ആയി കഴിഞ്ഞിട്ടും ആ ഉത്തരവ് വന്നിട്ടും ഇപ്പോൾ ഏകദേശം 5 വർഷമാകുകയാണ്. അതിനുശേഷമാണ് അന്വേഷണം നടത്തി ഒരു കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ കൊടുത്തത്. ആ കുറ്റപത്രം വളരെ ദുർബലമാണ്. അതാണ് ഞാൻ അത് പരിശോധിച്ചിട്ട് പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണവും ഇതിൽ നടന്നിട്ടില്ല. ഈ അന്വേഷണ വേളയിൽ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കേണ്ട ചുമതല ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബെന്നിക്ക് തന്നെ ഉണ്ട് അതില്. പക്ഷെ അവരൊന്നും അതിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതെല്ലാം മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ പോലീസ് കേസുകളൊന്നും ഇല്ല. അതിനുവേണ്ടി സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് കുറെ പണം ചെലവായിട്ടുണ്ടാവും, അതും വേസ്റ്റ്. മരം അവിടെ ദ്രവിച്ച് കടന്നു പോകുന്നത് വന്ന നഷ്ടം വേറെ. റവന്യൂവിലെ എത്രയോ ഉദ്യോഗസ്ഥർ ചേർന്നാണ് നടപടി എടുത്തിട്ട് 68 കേസുകളിൽ 37 കേസുകളിൽ അവർ നടപടി പൂർത്തീകരിച്ചുള്ളൂ. ഇനിയും കിടക്കുന്ന 31 കേസുകൾ പൂർത്തീകരിക്കാൻ. ഇതിന് 5 വർഷക്കാലമായിട്ട് ഉദ്യോഗസ്ഥര് പോയ ചെലവുകൾ ഇതെല്ലാം കൂട്ടിവെച്ചാൽ പൊതുഖജനാവിന് കോടികളുടെ മേൽ കോടികൾ വന്ന് കൂടെ നഷ്ടമുണ്ടായി. അത് തന്നെ ഇതിലുണ്ടായിട്ടുള്ളൂ.